Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്ത് യൂനുസിലെ 93-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد بوأنا بني إسرائيل مبوأ صدق ورزقناهم من الطيبات فما اختلفوا حتى جاءهم العلم إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون. ولقد بوأنا തീർച്ചയായും നാം ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു ബനി ഇസ്രായേൽ മക്കൾക്ക്, ഇസ്രായേൽ സമൂഹത്തിന്, മുബവ്വഅ സിദ്ഖിൻ വിശിഷ്ടമായ പാർപ്പിടം, വ റസഖ്നാഹും നാം അവർക്ക് വിഭവങ്ങൾ നൽകി, ജീവിത വിഭവം നൽകി, മിന ത്വയ്യിബാത്തി നല്ലതുകളിൽ നിന്ന്, ഉത്തമമായതിൽ നിന്ന്, ഫമഖ്തലഹു അവർ ഭിന്നിച്ചിരുന്നില്ല, ഹത്താ ജാഅഹും അൽ ഇൽമു അവർക്ക് ജ്ഞാനം വന്നെത്തുന്നത് വരെ, അഥവാ ജ്ഞാനം ഇൽമ് വന്നെത്തിയതിനു ശേഷമാണ് അവർ ഭിന്നിച്ചത്. ഇന്ന റബ്ബക്ക തീർച്ചയായും താങ്കളുടെ നാഥൻ രക്ഷിതാവ് യഖ്ളി വിധി കൽപ്പിക്കും ബൈനഹും അവർക്കിടയിൽ യൗമൽ ഖിയാമത്തി ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, അന്ത്യനാളിൽ, ഫിമാ കാനു ഫീഹി യഖ്തലിഫൂൻ ഏതൊന്നിലാണോ അവർ ഭിന്നിച്ചിരുന്നത് അതിൽ, ആ ഭിന്നിച്ച കാര്യങ്ങളിൽ. ഇഖ്തിലാഫ് എന്നുണ്ടായതാണ് യഖ്തലിഫൂന. ഒന്നുകൂടെ അർത്ഥം പറയാം. വലഖദ് ബവ്വഅനാ ബനി ഇസ്രായേൽ സമൂഹത്തിന് നാം ഒരുക്കി കൊടുത്തു, മുബവ്വഅ സിദ്ഖിൻ വിശിഷ്ടമായ പാർപ്പിടം, വ റസഖ്നാഹും മിന ത്വയ്യിബാത്തി ഏറ്റവും വിശിഷ്ടമായതിൽ നിന്ന്, ഉത്തമമായതിൽ നിന്ന് നാം അവർക്ക് വിഭവങ്ങൾ നൽകുകയും ചെയ്തു. ഫമഖ്തലഫു അവർ ഭിന്നിച്ചില്ല, ഹത്താ ജാഅഹുമുൽ ഇൽമു അവർക്ക് ജ്ഞാനം വന്നെത്തുന്നത് വരെ, അല്ലെങ്കിൽ ജ്ഞാനം വന്നെത്തിയിട്ടാണ് അവർ ഭിന്നിച്ചത്. ഇന്ന റബ്ബക്ക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമ താങ്കളുടെ നാഥൻ അവർക്കിടയിൽ വിധി തീർപ്പു നാളിൽ, അന്ത്യനാളിൽ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, യൗമുൽ ഖിയാമ അന്ന് വിധി പറയും. ഫിമാ കാനു ഫീഹി യഖ്തലിഫൂൻ അവർ ഭിന്നിച്ചിരുന്ന വിഷയത്തിൽ. ബവ്വഅ ബാഅ യബൂഉ ബൗ എന്നാണ് അതിൻ്റെ ക്രിയാധാതു, അടിസ്ഥാന ധാതു. ബാഅ യബൂഉ ബൗ മടങ്ങുക എന്നതിനർത്ഥമുണ്ട്. ബവ്വഅ തബവ്വഅ എന്നൊക്കെ ഈ ബൗ എന്ന വാക്കിൽ നിന്നു തന്നെ ഉണ്ടായതാണ്. ബവ്വഅന നാം ഒരുക്കി കൊടുത്തു. ഈ പദം സൂറത്തു ഹജ്ജിൽ വന്നിട്ടുണ്ട്. വഇദ് ബവ്വഅന ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്. ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് നാം കഅബയുടെ സ്ഥാനം നിർണയിച്ചു നൽകി, സൗകര്യപ്പെടുത്തി കൊടുത്തു. ബവ്വഅ തബവ്വഅ എന്നുള്ള വാക്ക് നമ്മൾ ഇപ്പോൾ ഈ സൂറയിൽ തന്നെ പഠിച്ചല്ലോ. നമ്മളിതിലെ 87-ാമത്തെ ആയത്തിൽ വ ഔഹൈനാ ഇലാ മൂസ വ അഖീഹി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്റ ബുയൂതൻ. മൂസ അലൈഹിസ്സലാമക്കും അദ്ദേഹത്തിൻ്റെ സഹോദരനും നാം വഹി നൽകിയിട്ടുണ്ട്, ഈജിപ്തിൽ നിങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി ഭവനങ്ങൾ ഒരുക്കുക. തബവ്വഅ അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞ വല അതിൽ ആ തബവ്വഅ എന്നുള്ള വാക്കും ഈ ബവ്വഅ എന്നുള്ള വാക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ബൗ എന്ന പദത്തിൽ നിന്നാണ്. ഇപ്പോൾ വലഖദ് ബവ്വഅനാ ബനി ഇസ്രായേൽ സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ആരാണ് ഇസ്രായേൽ? യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരകൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് ബനു ഇസ്രായേൽ. കാരണം യാക്കൂബ് നബിയുടെ ഒരു പേരാണ് ഇസ്രായേൽ, അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകൾ എന്നാണ് ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. മുബവ്വഅ സിദ്ഖ് എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ പാർപ്പിടം എന്നാണ്, സത്യത്തിൻ്റെ പാർപ്പിടം എന്നാണ് വാക്കിനർത്ഥം സിദ്ഖ്. ഈ സിദ്ഖിലേക്ക് ചേർത്തുകൊണ്ട് പല പദങ്ങളും ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ലിസാന സിദ്ഖ് സൂറത്ത് ശുഅറയിൽ 54-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയിൽ വരുന്നുണ്ട് ലിസാന സിദ്ഖ് വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൻഗാമികളിൽ എനിക്ക് സൽകീർത്തി നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ലിസാന സിദ്ഖ് സത്യത്തിൻ്റെ നാവ് എന്നാണ്. അതായത് എന്നെ സംബന്ധിച്ച് നല്ലത് പറയുന്ന നാവായിരിക്കണം പിൽക്കാലത്ത് ഉണ്ടാവേണ്ടത്. എന്നെ സംബന്ധിച്ച് നല്ലത് പറയുന്നത്, അതാണ് സൽകീർത്തി എന്ന് നമ്മൾ അർത്ഥം പറയുക. അതേമാതിരി കദമ സ്വിദ്ഖ്, ഈ സൂറയിൽ തന്നെ സൂറത്ത് യൂനുസിൽ കദമ സ്വിദ്ഖ്
വലിയ സ്ഥാനം. യൂനുസിലെ 2-ാമത്തെ ആയത്തിൽ അത് വരുന്നുണ്ട്. കദമ സിദ്ഖ്, വലിയ സ്ഥാനം അല്ലെങ്കിൽ വലിയ പദവി എന്നൊക്കെയാണ് അതിനർത്ഥം. മുബവ്വ സിദ്ഖ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മുബവ്വ സിദ്ഖ്, വിശിഷ്ടമായ പാർപ്പിടം. അതുപോലെ മുദ്ഖല സിദ്ഖ്, മുദ്ഖല സിദ്ഖ് സൂറത്ത് ഇസ്രായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ സൂചിപ്പിച്ചുകൊണ്ട് മുഖ്റജ സിദ്ഖ്, മുദ്ഖല സിദ്ഖ്, സത്യമായ പുറപ്പെടുന്ന സ്ഥാനം, സത്യത്തിൽ ഉള്ള പുറപ്പെടലും സത്യത്തിൽ തന്നെയുള്ള ചെന്നുചേരലും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സൂറത്ത് ഇസ്രായിൽ 80-ാമത്തെ ആയത്തിൽ സിദ്ഖിനോട് ചേർത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മുബവ്വ സിദ്ഖ് എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ പാർപ്പിടം നൽകി അവർക്ക്, ഇസ്രായേൽ സമൂഹത്തിന്. അതെവിടെയാണ്? അത് ഫലസ്തീനാണ്. ഫലസ്തീൻ പ്രദേശം ലോകത്ത് ഏറ്റവും ഫലഭൂയിഷ്ടമായ, ഏറ്റവും ശുദ്ധജലം ലഭിക്കുന്ന പ്രദേശമാണത്രേ അത്. അന്നത്തെ ഫലസ്തീൻ എന്ന് പറയുന്നത് സിറിയയും ജോർഡാനും കൂടി ഉൾപ്പെട്ട ആ പ്രദേശം. ഒക്കെ അടുത്തടുത്ത പ്രദേശങ്ങളല്ലേ, അയൽപ്രദേശങ്ങളാണല്ലോ. വലിയ ജലസമ്പത്തുള്ള, വളരെ വലിയ ഫലപുഷ്ടിയുള്ള മണ്ണ്, കൃഷിക്കും അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് അത്ര. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ ബനി ഇസ്രായേൽക്കാർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഫലസ്തീനാണല്ലോ അവരുടെ തറവാട്. അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമയാണ് ആദ്യമായിട്ട് ഈജിപ്തിൽ പോകുന്നത്. പിന്നെ അവിടെ നിന്നാണ്, ഈജിപ്തിലാണ് അവർ വളർന്ന് പിന്നീട് ഫലസ്തീനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഒരു കാലത്ത് അവർ ഫലസ്തീനിലെ ഭരണാധികാരികളായിട്ടുണ്ട്. പലപ്പോഴും അവരുടെ നടപടിക്രമങ്ങളുടെ തകരാറ് കാരണം ആദർശത്തിലുള്ള അവരുടെ ഭിന്നിപ്പും ഗോത്ര കലഹവും ഒക്കെ അവരെ ശിഥിലമാക്കിയിട്ടുണ്ട്. ശത്രുക്കൾ അവരെ കൈയടക്കിയിട്ടുണ്ട്, അവരെ അടിമകളാക്കിയിട്ടുണ്ട്, ബാബിലോണിയക്കാരൊക്കെ. അതൊക്കെ കൂടി അവർ സൂചിപ്പിക്കുകയാണ്, അള്ളാഹു സൂചിപ്പിക്കുകയാണ്. വലഖദ് ബവ്വഅ്നാ ബനി ഇസ്രായീല, യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരകൾക്ക് നാം പാർപ്പിടമൊരുക്കി കൊടുത്തു, അഥവാ സൗകര്യമൊരുക്കി കൊടുത്തു. മുബവ്വഅ സിദ്ഖിൻ, അതിവിശിഷ്ടമായ പാർപ്പിടം എന്ന് പറഞ്ഞാൽ ഫലസ്തീനും അന്നത്തെ ജോർഡാനും സിറിയയും അടങ്ങുന്ന ലോകത്തെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണ്, ഏറ്റവും കൂടുതൽ ശുദ്ധജലമുള്ള പ്രദേശം, അതാണ് അവൾക്ക് ഒരുക്കി കൊടുത്തത്. വറസഖ്നാഹും മിന ത്വയ്യിബാത്ത്, ഏറ്റവും ഉത്തമമായതിൽ നിന്ന് അവർക്ക് നാം ജീവിതോപാധികൾ നൽകി, അല്ലെങ്കിൽ അന്നം നൽകി, വിഭവങ്ങൾ നൽകി എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ല പഴങ്ങളും ഏറ്റവും നല്ല ഫലങ്ങളും ഏറ്റവും നല്ല കിഴങ്ങുകളും ഏറ്റവും നല്ല ഉൽപ്പാദനക്ഷമതയുള്ള മണ്ണും ഒക്കെ അവർക്ക് നൽകിയിട്ടുണ്ട്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണാണത്രേ അത്. സുബ്ഹാൻ. അപ്പോൾ വലിയ നല്ല അവിടുത്തെ ഒലീവിനെ സംബന്ധിച്ചും അവിടെ നിന്നുണ്ടാകുന്ന പഴങ്ങളെ സംബന്ധിച്ചൊക്കെ അവിടെയൊക്കെ പോയിട്ടുള്ള ആൾക്കാർ പറയണൊക്കെ ഏറ്റവും ഉത്തമമായ പഴവർഗ്ഗങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കും അത്രേ. വറസഖ്നാഹു മിന ത്വയ്യിബാത്തി. പിന്നെ ഒരു വിതച്ചുണ്ടാക്കുന്ന വിഭവങ്ങളുണ്ടാകുമല്ലോ, നെല്ല്, ഗോതമ്പം പോലെയുള്ള, അതൊക്കെ ഏറ്റവും ഉത്തമമായതായിരിക്കും എന്നാണ് പറയണത്. വറസഖ്നാഹു മിന ത്വയ്യിബാത്തി, അതൊക്കെ നാം അവർക്ക് കൊടുത്തു. എന്നിട്ട് ഫമഖ്തലഫു, അവർ ഭിന്നിച്ചില്ല. ഹത്താ ജാഅഹുമുൽ ഇൽമു, ഇൽമു വരുന്നത് വരെ, അഥവാ പ്രവാചകന്മാർ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവർ ആദർശപരമായി ഭിന്നിച്ചു. അതോടൊപ്പം ഗോത്രകലഹങ്ങളും അവരെ പിടികൂടി. യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ മക്കൾ തന്നെ മക്കളുടെ മക്കളും അങ്ങനെ ഒരു തലമുറകളായി വരുമ്പോൾ അവർക്ക് തമ്മിൽ ഗോത്രകലഹങ്ങൾ ഉണ്ടായി. യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ മക്കളിൽ തന്നെ, ആ മക്കളുടെ മക്കളൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോൾ അതാണ് ഭിന്നിപ്പുണ്ടായി അവർ തമ്മിൽ. ഞാൻ ഇന്ന ആളുടെ മക്കൾ അങ്ങനെ വലിയ ഒരു പരീക്ഷണത്തിലേക്ക് ആണ് അവർ ചെന്നപ്പെട്ടത്. അതാണ് ഫമഖ്തലഫു, അവർ ഭിന്നിച്ചില്ല. ആ ഭിന്നിപ്പ് എന്തിനാ ഉണ്ടായത്? അവരുടെ ഗോത്രകലഹമാണ്. കുടുംബമഹിമ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം പോരാടുകയും എതിർക്കുകയും ശത്രുക്കളാവുകയും ചെയ്തു. ഹത്താ ജാഅഹുമുൽ ഇൽമു, ജൂതന്മാർ പല ഗോത്രങ്ങളായി പിരിഞ്ഞില്ലേ? അവിടെ നിന്നാണല്ലോ അത് തുടങ്ങുന്നത്. അത് പിന്നീട് അവർ നാടിൽ തന്നെ ഭിന്നിച്ച് ഛിദ്രിച്ച് പോയില്ലേ? കുറേ ആൾക്കാർ സൗദി അറേബ്യയിലടക്കം എത്തിയില്ലേ? അവിടുന്ന് ബനു നളീർ, ബനു ഖുറൈള എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗോത്രങ്ങളുണ്ടല്ലോ. ജൂതന്മാരിൽ നിന്ന് ഭിന്നിച്ച് പരസ്പരം പകയും ശത്രുതയും പുലർത്തുക. ഫമഖ്തലഫു, അവർ ഭിന്നിച്ചില്ല. ഹത്താ ജാഅഹുമുൽ ഇൽമു, ഇൽമു വരുന്നത് വരെ, ഇൽമു കിട്ടുക. എന്താണ് ഇൽമു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനാർത്ഥം? പ്രവാചകനിലൂടെ വേദം അടിസ്ഥാനമാക്കിയുള്ള വിജ്ഞാനവും അതൊക്കെ കിട്ടി, കാര്യങ്ങളൊക്കെ അറിഞ്ഞു, പരലോകത്തെ സംബന്ധിച്ച്, വിചാരണയെ സംബന്ധിച്ച്, സ്വർഗ്ഗനരകത്തെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച്, മനുഷ്യൻ പാലിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ച്, മുറകളെ സംബന്ധിച്ച്, വേദഗ്രന്ഥങ്ങൾ
അടിസ്ഥാനമാക്കി ജീവിക്കേണ്ടതിനെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടും അവർ പരസ്പരം ശത്രുക്കളായി മാറി. യഥാർത്ഥത്തിൽ ഒരു ആദർശ സമൂഹം അങ്ങനെ ശത്രുക്കളാകേണ്ടവരല്ല. മുസ്ലിം സമുദായത്തിന് വലിയ പാഠമുണ്ട്, താക്കീതുണ്ട് അവരെ സംബന്ധിച്ചുള്ള ഈ പരാമർശത്തിൽ. നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ വളരെ ഖേദകരമാണ്. ഫമഖ്തലഫു ഹത്താ ജാഅഹുൽ ഇൽമു കിട്ടുന്നത് വരെ അവർ ഭിന്നിച്ചിട്ടില്ല. അതാണ് അവർക്ക് ജ്ഞാനം വന്നെത്തുന്നത് വരെ അവർ ഭിന്നിച്ചില്ല. ജ്ഞാനം വന്നെത്തിയതിനു ശേഷമാണ് അവർ ഭിന്നിച്ചത്. ഇന്ന റബ്ബക യഖ്ളി ബൈനഹും. ഈ ഭിന്നിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമയുടെ അനുയായികളാണ് അവരെന്നാണല്ലോ അവർ പറയുക. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമയുടെ അനുയായികളാണെന്ന് പറയുന്ന വേദത്തെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും ഒക്കെ വിശ്വാസമുള്ള അവർ ഈസാ നബി അലൈഹിസ്സലാം അവരിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തെ വ്യഭിചാരപുത്രനെന്ന് ആരോപിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാവിനെ വരെ വല്ലാതെ ഫൽസിച്ചു. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാമയെ അംഗീകരിച്ചില്ല. ഈസാ നബി അലൈഹിസ്സലാമയെ തൂക്കിക്കൊല്ലുന്നത്, ഈസാ നബി അലൈഹിസ്സലാമയെ വധിക്കുന്നതിന് ശ്രമം നടത്തി. കുരിശ് തറച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കുരിശ് തറച്ചു കൊന്നു. അതൊക്കെ ഈ ജൂതന്മാർ ബനീ ഇസ്രായേല്യരിൽ പെട്ടവർ തന്നെ നടത്തിയ ഗൂഢാലോചനകളായിരുന്നു. അദ്ദേഹത്തെ അല്ലാഹു തആല അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. വേറൊരു വിഷയം സൂറത്തു നിസായിൻ്റെ അവസാനം അത് വരുന്നുണ്ട്. സൂറത്ത് മാഇദയുടെ അവസാനം നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫമഖ്തലഫു, അവർ ഭിന്നിച്ചില്ല. ഹത്താ ജാഅഹുൽ ഇൽമു വരുന്നത് വരെ. കണ്ടോ, ഈസാ നബി അലൈഹി സ്വലാം ഒന്ന് കാര്യങ്ങളൊക്കെ അവർ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴും അവർ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ വേദത്തോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും ഭിന്നിച്ചിട്ട് അദ്ദേഹത്തെ കൊല ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇതൊക്കെ തന്നെയല്ലേ ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ പരസ്പരം ശത്രുക്കളാവുക. മുസ്ലിം സമുദായം അങ്ങനെ തന്നെ. ഒരു മുസ്ലിം സംഘടനയുടെ ശത്രു വേറൊരു മുസ്ലിം സംഘടന എന്നൊക്കെ പറയുന്നത് അത്തരത്തിലാണല്ലോ പ്രചരണങ്ങൾ നടക്കുന്നത്. വളരെ അപൂർവം സംഘടനകളെ വല്ലാത്ത പക്ഷപാതിത്വങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലാത്തവർ മുഴുവനും മറ്റൊരു സംഘടനയെ തകർക്കാൻ, അവരെ ഇകഴ്ത്താൻ, അവരെ പരിഹസിക്കാൻ, അവരുടെ ന്യൂനതകൾ കണ്ടെത്താൻ വേണ്ടി ഭൂതക്കണ്ണാടിയും വെച്ച് നടക്കുക. അതല്ലേ നമ്മുടെ രാജ്യത്തൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നത്. ഫമഖ്തലഫു ഹത്താ ജാഅഹുൽ ഇൽമു ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമ. ഇനി താങ്കളുടെ നാഥൻ അവർക്കിടയിൽ ഒരു വിധി പറയും. എന്താണ് യഥാർത്ഥ ആദർശം, ഏതാണ് സത്യം, എന്താണ് സത്യം, എന്താണ് ഇങ്ങനെ ഭിന്നിപ്പുണ്ടാവാനുള്ള കാരണം, ഈ വിഷയത്തിലൊക്കെ അള്ളാഹു തീരുമാനം പറയും, വിധി പറയുന്ന. പിന്നെ ഖേദിച്ചിട്ട് കാര്യമുണ്ടാവില്ല. വിധി വന്നാൽ പിന്നെന്താ, എന്താണ് വിധി എന്ന് വെച്ചാൽ അത് അനുഭവിക്കലേ പറ്റുള്ളൂ. ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമ. യൗമുൽ ഖിയാമ എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന നാൾ എന്നാണല്ലോ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ, വിചാരണ നാൾ എന്നൊക്കെ നമ്മൾ അർത്ഥം പറയും, അന്ത്യനാൾ എന്നൊക്കെ. യഖ്ളി ബൈനഹും യൗമൽ ഖിയാമ, ഖലാ നടത്തുന്ന. ഫിമാ കാനു ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ചിട്ടുള്ള വിഷയത്തിൽ. അവർ ഏതൊക്കെ കാര്യത്തിലാണ് ഭിന്നിപ്പുണ്ടാക്കിയത് അതിലൊക്കെ അല്ലാഹു തആല വിചാരണ നടത്തിയിട്ട് തീരുമാനം പ്രഖ്യാപിക്കും. അപ്പോൾ ഈ ആയത്തിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ, അല്ലാഹു സുബ്ഹാനഹു അവരുടെ ഈ സ്വന്തം താല്പര്യം, ഭൗതിക താല്പര്യം, തൗറാത്തിനെ അവർ തള്ളിക്കളഞ്ഞു. തൗറാത്തിൻ്റെ പൂർത്തീകരണമായി കൊണ്ടുവന്ന ഇൻജീലിനെ അവർ തള്ളിക്കളഞ്ഞു. ഇങ്ങനെ അള്ളാഹു നൽകിയിട്ടുള്ള വേദാധ്യാപനങ്ങളെ മുഴുവനും സ്വന്തം ഇഷ്ടപ്രകാരം ഭേദഗതി ചെയ്യുകയോ ദുർവ്യാഖ്യാനിക്കുകയോ തള്ളിക്കളയുകയോ ഒക്കെ ചെയ്തിട്ടുള്ള അവർ ക്രമേണ സത്യത്തിൽ നിന്നകന്നു, ധർമ്മത്തിൽ നിന്നകന്നു, വിശ്വാസത്തിൽ നിന്നു തന്നെ അകന്നു. അങ്ങനെ സംഭവിച്ചപ്പോൾ അള്ളാഹു അവരെ അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റുകയും ചെയ്തു. അവരുടെ ഭിന്നിപ്പിലും കുതർക്കങ്ങളിലും തന്നെ മുഴുകി മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി അവർക്കിടയിൽ ഒരു തീരുമാനം അന്ത്യനാളിൽ ഉണ്ടാക്കും. അന്ന് തീരുമാനമെടുക്കും, അന്ന് വിധി കൽപ്പിക്കും എന്നർത്ഥം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വലഖദ് ബവ്വഅ്നാ ബനി ഇസ്രാഈല മുബവ്വഅ സിദ്ഖിൻ. നാം ഇസ്രായേൽ സമൂഹത്തിന് അതിവിശിഷ്ടമായ പാർപ്പിടം നൽകി. അതാണ് ഫലസ്തീനും പരിസര പ്രദേശങ്ങളും. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്തി, ഉത്തമമായതിൽ നിന്ന് നാം അവർക്ക് ജീവിതോപാധികളും നൽകി. ഫമഖ്തലഫു ഹത്താ ജാഅഹുൽ ഇൽമു, അവർക്ക് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞ ശേഷമാണ് അവർ ഭിന്നിച്ചത്. ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമ, താങ്കളുടെ നാഥൻ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ വിധി പറയും. ഫിമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, ഏതൊന്നിലാണോ അവർ ഭിന്നിച്ചിരുന്നത് ആ വിഷയത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب